ഏറെ വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. നടനും നിർമ്മാതാവുമായ ദിലീപ് അല്പം മുൻപ് വോട്ട് രേഖപ്പെടുത്തി അബാദ് ഹോട്ടലിൽ നിന്നും മടങ്ങി. ഏറെ നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹവും ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള നിർമ്മാതാക്കളും മടങ്ങിയത്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ബി രാഗേഷും സജി നന്ദ്യാട്ടുമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ, കല്ലിയൂർ ശശി, വിനയൻ എന്നിവരാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സുബൈർ, സജി നന്ദ്യാട്ട് എന്നിവരാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോളും സന്ദീപ് സേനനും ആനന്ദ് പയ്യന്നൂരും മത്സരിക്കുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് MM ഹംസ, ആൽവിൻ ആന്റണി, ആനന്ദ് പയ്യന്നൂർ എന്നിവർ മത്സരിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സാന്ദ്ര തോമസ്, ഷീല കുര്യൻ അടക്കം 27 പേരാണ് മത്സരിക്കുന്നത്. ഇതിൽ 14 പേരാണ് തിരഞ്ഞെടുക്കപ്പെടുക. ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ്. കുറച്ച് 5 മണിക്ക് ശേഷം ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നതടക്കമുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ വേളയിലെ നാടകീയ രംഗങ്ങൾ നാം എല്ലാവരും കണ്ടതാണ്. പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിന്റെ പത്രിക വരണാധികാരി തള്ളിയിരുന്നു. ഇതിനെതിരെ സാന്ദ്ര ജില്ലാ സബ് കോടതിയിൽ നൽകിയ 3 ഹർജികളും ഇന്നലെ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇലക്ഷൻ നടക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര തോമസ് മത്സരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ കോടതി അതിൽ ഇടപെടാറില്ല. അതിനാൽ തന്നെയാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്നത്. നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച 3 ഹർജികളിൽ പറയുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ നിയോഗിച്ച വരണാധികാരിയുടെ സാധുത ചോദ്യം ചെയ്തായിരുന്നു സാന്ദ്ര ഹർജി നൽകിയിരുന്നത്. അഭിഭാഷക കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുക, എതിർകക്ഷിയായ അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധപ്പെടുത്തുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങളും ഹർജികളിൽ ഉന്നയിച്ചിരുന്നു. വരണാധികാരിയുടെ നിയമനം ബൈലോ അനുസരിച്ചല്ല എന്നും ഹർജിയിൽ സാന്ദ്ര തോമസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കോടതി ഇടപെടാറില്ല. ഹർജി അതിനാൽ ഇന്നലെ തള്ളിയിരുന്നു. അതേസമയം കോടതിയിൽ നിന്നുള്ള തിരിച്ചടിക്ക് ശേഷം സാന്ദ്ര തോമസിനെതിരെ നടനും നിർമ്മാതാവുമായ വിജയ് ബാബു രംഗത്തെത്തിയിരുന്നു. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു. കോടതിയാണെന്ന സാന്ദ്രയുടെ പരാമർശത്തിലാണ് വിജയ് ബാബു രൂക്ഷമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. സാന്ദ്രയേക്കാൾ വിശ്വാസ്യത നായക്കാണെന്നായിരുന്നു വിജയ് ബാബുവിന്റെ രൂക്ഷ പ്രതികരണം. അതുകൊണ്ട് നായയെ ദത്തെടുത്തു എന്നായിരുന്നു വിജയ് ബാബു പറഞ്ഞത്. എന്നാൽ വിജയ് ബാബു മാനസിക രോഗിയാണെന്നായിരുന്നു സാന്ദ്ര തോമസ് പ്രതികരിച്ചത്. ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം മറുപടി അറിയിക്കുന്നില്ല. വിജയ് ബാബു പറയുന്നത് തള്ളിക്കളയുന്നുവെന്നും സാന്ദ്ര തോമസ് ഇന്ന് പ്രതികരിച്ചിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്കും 5 മണിക്കും ഇടയിൽ നടക്കും. കുറച്ച് 5 മണിക്ക് ശേഷം ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നതടക്കമുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും.